ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റിയാൻഷിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. എമിറേറ്റ്സ് പാർക്ക് റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇങ്ങനെ തുടങ്ങാമല്ലേ? അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ല, പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് റെഡി ആകാൻ പറഞ്ഞിട്ട് കുറേ നേരമായി. അത് ഇപ്പോഴും എന്തോ മണത്തോണ്ടിരിക്കണേ. അമ്മയുടെ മേക്കപ്പ് ഇതുവരെ കഴിയാത്തത് കൊണ്ടിട്ട് അമ്മ മേക്കപ്പ് ചെയ്തിട്ടിരിക്കണേ. അമ്മ കമ്മൽ ഫിക്സ് ചെയ്യണതിന്റെ തിരക്കിലാണ്. അപ്പൊ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്ന സീൻസ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് ചെക്കിൻ്റെ മറ്റേ കാർഡ്സ് ഒക്കെ കിട്ടി. നമ്മൾ റൂം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. റൂം എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേനുമുണ്ടല്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന ആ അവിടുന്ന് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിയറിനെ ഒക്കെ കാണാൻ പറ്റും. റൂംസ് വളരെ ചെറിയ റൂംസ് ആയിരുന്നു. ബട്ട് ദെൻ ഫോർ എ നൈറ്റ് ഇറ്റ്സ് ഓക്കെ. പക്ഷെ കസ്റ്റമർ സർവീസ് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന കസ്റ്റമർ സർവീസ് വെരി പെത്തറ്റിക്. അവരോട് റിക്വസ്റ്റ് ചെയ്ത മാതിരി ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്തില്ല. അവർ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തതായിരുന്നു നമുക്ക് അനിമൽ ഫേസിങ് റൂം വേണം എന്ന്. പക്ഷേ ദേ വർ ലൈക്ക് ഇത് അവൈലബിൾ ഉള്ളൂ, ഇഫ് യു വാണ്ട് ടേക്ക് ദിസ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. സോ കസ്റ്റമർ സർവീസ് ഐ റേറ്റ് ഓൺലി 2. സോ അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. ഇനി ഒന്ന് സൂ ഒക്കെ പോയി ഒന്ന് കാണാമെന്നൊക്കെ വിചാരിക്കും. സോ ലെറ്റ്സ് ഗോ. ഇവിടെ വെയിലൊന്നുമില്ല, പക്ഷേ എന്നാലും വെയിലുണ്ട്. ഇവിടെ തന്നെ നമുക്ക് റൂമിന്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഓസ്ട്രിച്ച് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മാനൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്നത് ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കാം. ഇവിടെ നിറയെ സാധനങ്ങളാണ് ഉള്ളത്. എൻ്റെ പിറകിന് ഒരു ബേബി വരുന്നുണ്ട്. ആ ബേബിന്റെ പേരാണ് റയാൻഷ്. Yeah, and there is a cafeteria here where you can have your drink or whatever, and you can dine in with the deer as well. So here's the view. See, all are here, like, hoping that somebody will come and feed them. You'll have a drink, like, it is such an experience where you can have a coffee and you can see the animals. Because outside I can see one elephant, but I don't know. And this is next to Deer Cafe. See, come. Yeah, actually I was correct. See, there's Bee Cafe, predators, elephants, and so you can see from here, you can go like this. There is dare to walk this way. I mean, here is Bee Cafe. So first we'll go to Elephant Inn. I think there is a lion. There, see? I'll show you. ലയണൊക്കെ ശരിക്കും ഒരു അപ്പാപ്പൻ ലയണായിരുന്നു. അവനിങ്ങനെ നടന്ന്, ഞാനൊരു 2x സ്പീഡിൽ ഇട്ടിട്ടാണ് ഇത്ര വരെ നടന്ന് വന്നത്. ഭയങ്കര സ്ലോലി പാവം. പ്രായമായതിന്റെ നല്ല ലക്ഷണമുണ്ട്. പക്ഷെ കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ലയൺ ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ലയൺ, അത്രേ ഉള്ളൂ. അല്ലാതെ ലയൺ ഭയങ്കര ടയേർഡ് ലയൺ ആയിരുന്നു. ഈ ഒരു ഐറ്റം എൻ്റെ അമ്മോ, ഇതൊരു 1.5 ഐറ്റം ആയിരുന്നു. മറ്റേ ബ്ലാക്ക് പാന്തറോ അങ്ങനെ എന്തൊരു സാധനമാണ്. പക്ഷെ ഇവനെ കാണുമ്പോഴത്തേനും തന്നെ നമ്മുടെ കണ്ണി നോക്കി തന്നെ നമുക്ക് പേടിയാവും ശരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവൻ പക്ഷെ അധികം അടുത്തൊന്നും വരണണ്ടായില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോക്കോ, ആ ഒരു മൂഡായിരുന്നു. റയാൻഷിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു സാധനം ഇവനല്ല, ഇനി അടുത്തൊരാൾ വരും. ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ തൊട്ട് സൈഡിൽ കൂടി. പിന്നെ ഇവിടെ പെയ്ഡ് ഓരോ ഓപ്ഷൻ ഉണ്ട്. സാറ്റർഡേസിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഇവരൊരു
ഈ സാധനം ആ കയറ് പോലത്തെ ചെയ്തിട്ട് അത് പുറത്തേക്ക് ഇട്ട് തരും. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചു വലിച്ച് ഇവനാണോ ജയിക്കുന്നത് അല്ലാതെ അപ്പുറത്തേക്കുന്ന ആളാണോ എന്ന് നോക്കണം. ഇതിങ്ങനെ ഇവൻ പ്ലേ ചെയ്യും ഇതിന്റെ കൂടെ തന്നെ. വിട്ടു കൊടുക്കത്തില്ല, എന്ത് വന്നാലും വിട്ടു കൊടുക്കത്തില്ല. ഒരു ബേർഡായിട്ട് റയാൻഷി പ്ലേ ചെയ്യായിരുന്നു. നമ്മൾ കൈ വെക്കുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യത്. ഈ ഒരു ഏരിയയിൽ ഇവർ രണ്ടുപേരും ഫോട്ടോ സെഷൻ ആയിരുന്നു. ഇതൊരു നല്ലൊരു ഐ നമുക്ക് കാണാനൊരു രസമുണ്ടായിരുന്നു. ഇവിടെ കൂടി നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണാത്ത തരം ആനിമൽസ് ഒക്കെ ഞാൻ കുറച്ച് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് മുകളിൽ നിന്ന് അവരിന് മീറ്റ് ഇട്ട് കൊടുക്കും. അതിന്റെ അപ്പുറത്ത് ചില്ലിന്റെ ആ സൈഡില്ലേ, അവിടെ നമുക്ക് ഡൈനിൻ ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നു, ഇവൻ ഇവിടെ നിന്ന് കഴിക്കുന്നു. ഇത് അടുത്തൊരു കുളിസീനാണ്. ഈ ടൈഗറിന്റെ ഒരു കുളിസീൻ ജസ്റ്റ് മിസ്സായെന്ന് തോന്നുന്നു. അവൻ വലിയ കാര്യമായിട്ട് കുളിച്ചില്ല, അപ്പൊ തന്നെ കേറി പോരാനായിരുന്നു. വേറെ സീനൊന്നും തന്നില്ല, അവൻ ചുമ്മാ അവിടെ കിടന്നു. ഈ ബേർഡ് നമുക്ക് റിസോർട്ടിന്റെ താഴെ, അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, റിസോർട്ട് സൂവിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ താഴത്തേന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് കാണാൻ പറ്റും. ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്, നമുക്ക് ആസ്വദിച്ചൊക്കെ ഇരിക്കാം. ഇത് കഴിഞ്ഞോണ്ടല്ലോ പാമ്പുകളുടെ ഒരു കമ്പനിയെ ശേഖരവും. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് all the snakes are here. We can see different kinds of snakes. ജിറാഫിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഒരു നല്ല ഓപ്ഷനാണ്. ഈ സൈഡിൽ കൂടി ഒരു മയിലും പോകുന്നുണ്ട്. ഇവിടെ ജിറാഫിനെ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ അതിന്റെ പുറകിൽ കാണുന്ന ഷാലറ്റ്സിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടം തൊട്ട് നമുക്ക് മങ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പേര് പോലും അറിയാത്ത കുറേ തരം മങ്കികളുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മങ്കീസിനൊക്കെ കാണാം. റയാൻസ് ഇവിടെ പോപ്കോൺ അതിനെ ഫീഡ് ചെയ്യാൻ നോക്കും. ഒരു സെഷൻ റയാൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ മങ്കി ആയിട്ട് അവൻ പ്ലേ ചെയ്യായിരുന്നു. ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ മങ്കി ഇങ്ങോട്ട് വരും, ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയായിരുന്നു ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് എടുത്തോട്ട് പോകാനൊക്കെ തോന്നും. എടുത്തോണ്ട് പോയാൽ അവർ വേറെ പിടിച്ചു വെക്കും, അത് ശരിയാണ്. പക്ഷെ എന്നാലും നല്ല ക്യൂട്ട് സാധനങ്ങളാണ് കാണുമ്പോഴത്തേക്കും തന്നെ. ഇവരൊക്കെ ബോറടിച്ചിട്ടിരിക്കുവോ, എത്ര നേരം ഇവ ഈ ഹ്യൂമൻസിനെ എന്റർടൈൻ ചെയ്യണം, അങ്ങനെ ഒരു സ്കീമായിരുന്നു. ബോറടിച്ച് പിന്നെ റാൻഷ് വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്തോ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ കൈമാറിയായിരുന്നു. ഇതും മമ്മിയും വേറൊരു ബേബിയാണെന്ന് തോന്നുന്നു. ഇത് അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള കുറച്ച് വ്യൂസാ. ഹൈനാസ് ഭയങ്കര ഒച്ചയായിരുന്നു അവിടെ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അയ്യോ രക്ഷയില്ലാത്ത ഒച്ച. അങ്ങനെ വേറൊരു കിഡ്സ് എൻഗേജിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് ഈ ആൾക്കാരെ ഫീഡ് ചെയ്യാൻ പറ്റും.
ഗുഡ് മോർണിംഗ്. സോ ഇതിപ്പോൾ ഡേ 2 ആണ് ഈ റിസോർട്ടിലുള്ള. ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഫുഡ് കഴിക്കുക, പിന്നെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ പോവുക, ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ സൂയിലേക്ക് ഒന്നുകൂടി ഒന്ന് പോവുക. ഇവിടെ ഉണ്ടല്ലോ ഈ റിസോർട്ടിൽ ഞാൻ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൂയിൽ പോവാം. അതായത് എൻട്രി റെസ്ട്രിക്ഷൻ അങ്ങനെ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും അങ്ങാടും പോവുക, എപ്പോൾ വേണമെങ്കിലും ഇങ്ങാടും പോവുക, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അത് ഇച്ചിരി നമുക്ക് കുറച്ച് പൈസ ലാഭം ഉണ്ടാവും. അതായത് സാധാരണ സൂവിൽ ഇവിടുത്തെ സൂ എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിലെ സൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ലൈറ്റൊക്കെ കണ്ടു, നല്ല രസമില്ലേ? ഞാനപ്പോൾ ഇന്നത്തെ ബാക്കി വീഡിയോസ് വളരെ കാണിച്ചു തരാം. പറഞ്ഞ് ബ്രഷ് ചെയ്ത് റെഡി ആവണം. ബൈ. നമ്മൾ വിചാരിച്ചു പൂളിലേക്ക് പോകാമെന്ന്. രാത്രി പൂളിൽ പോകാൻ ടൈം കിട്ടിയില്ല. മോർണിംഗ് പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ദാറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ. എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പൂളിലേക്ക് ഇറങ്ങുന്ന ആ ഏരിയ ആണ്. ഇറങ്ങിയിട്ട് അവിടെ വലിയൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഈ പൂളിൻ്റെ. നമുക്ക് സിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഓപ്ഷൻസ്. പിന്നെ കിഡ്സ് പൂൾ ഒരു സൈഡിലുണ്ട്, അപ്പുറത്ത് നമുക്ക് വലിയ ആൾക്കാർക്കുള്ള പൂളുണ്ട്. അഡൽട്ട് പൂള്, കിഡ്സ് പൂള് രണ്ടും സെപ്പറേറ്റ് ആയിരുന്നു. ഈ പാവി കൊച്ചിത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പകുതി എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. അവൻ വാസ് ലൈക്ക് അയ്യോ എനിക്ക് ഇനി പോണ്ടേ, അങ്ങനെയായിരുന്നു. നന്നായിട്ട് പാവമായിപ്പോയി. ഞങ്ങളപ്പോൾ വിചാരിച്ചു രാത്രി വന്നാൽ മതിയെന്ന്. പക്ഷേ രാത്രി ഈ നമുക്ക് ചെയ്യാനുള്ള സാധാരണ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. രാത്രി പൂളിൽ പോവുക, അതായത് വൈകുന്നേരം പൂളിൽ പോവുക, തിരിച്ചു വരിക, ഫുഡൊക്കെ കഴിക്കുക, കിടക്കുക. ഇവിടെ ആ വൈബിൽ അപ്പുറത്ത് കുറേ വൈബ്സ് ഉണ്ടായിരുന്നു. Happy birthday dear Ryan, happy birthday to you. ഇന്നലെ കുറേയൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ചെക്കൗട്ട് ചെയ്ത് ലഗേജ് വെച്ചിട്ട് ബാക്കി കാണാമെന്ന്. ചെക്കൗട്ട് ചെയ്യാൻ പോണ സീൻ. ചെക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് ഇന്നലെ പോയ അവിടെ ഒന്നുകൂടി പോയി കാണാമെന്ന്. കാരണം ഇനിയിപ്പോൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് അബുദാബിയിൽ ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ എഗെയിൻ അടുത്തൊന്നും വരാൻ പോണില്ല. അപ്പം ഇതൊക്കെ ഒന്നും കൂടി കണ്ടിട്ട് പോവാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെയും പോവാണ്. ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഇതൊരു അട്രാക്ഷൻ, അതായത് അപ്പുറത്തെ സൈഡിൽ ആ ഗ്ലാസിന്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ലയണൊക്കെയാണ്. ഇത് കാർ, അപ്പം അവർ അങ്ങോട്ട് പോകുന്നൊരു വൈബ്. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെയുള്ളതാണ്. ഈ ഒരു റിസോർട്ടിന്റെ എൻട്രൻസ് ആണത്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ എലിഫന്റ് ആയത്. ഇത് റിസോർട്ടിന്റെ ഔട്ട് സൈഡ് ഫുള്ള് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലിംഗാണ് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും. നമ്മൾ ദുബായിൽ ആ ഒരു സാധനമല്ല, ദുബായിൽ നിന്ന് വേറൊരു പ്ലേസിൽ വന്നൊരു സാധനം. പിന്നെന്താ പറയണേ? ഇഷ്ടപ്പെട്ടോ പാർക്ക്? ഇന്നലെ കണ്ട ആ സ്നേക്കിന്റെ അവിടെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മളുടെ ഒരുപാട് ഫിഷ് അവിടെ ഉണ്ടായിരുന്നു. എനിക്കതെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല, കുറച്ചേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ക്രൗഡ് അവിടെ നല്ല ക്രൗഡ് ഉണ്ടായി. അപ്പോൾ അവരുടെ പ്രൈവസി മനസ്സിൽ ഞാൻ എടുത്തില്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ റെപ്റ്റൈൽസ് ഉള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഗ്വാന, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. പുറത്ത് കണ്ട പോലെ തന്നെ അകത്തും, അതായത് കഫേയുടെ സൈഡിലുള്ള ആമനെ പോലെ ഇവിടെയും ആമയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആമ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു. ഇത് ഈ ഒരു ഐറ്റം ഇവർക്ക് യാതൊരു പേടിയില്ല. നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു.
ഈ ഒരു കേവിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈറ്റ് ടൈഗറിനെ കാണാൻ പറ്റും. അതിൻ്റെ ആ വരവും ഈ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു അത്. നമ്മൾ അടുത്ത് കൂടെയൊക്കെ നമുക്ക് ഭയങ്കര നിയറസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ ചില്ലിൻ്റെ അപ്പുറത്താണ്, പക്ഷെ എന്നാലും കാണാൻ പറ്റും. ഉച്ച ആയതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് അത്ര എനർജി ഒന്നുമില്ല. റേൻഷോടെ ഹായ് ഒക്കെ പറയുന്നുണ്ട്, ഇയാളെ മൈൻഡ് ഒന്നും ചെയ്തില്ല. ഹിപ്പോവിനെ കാണാൻ വന്നപ്പോഴത്തേനും ആളവിടെ കുളിയായിരുന്നു. പിന്നെ കുറച്ചു നമ്മളവിടെ കുളിസീനൊക്കെ കണ്ടിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോണി, മറ്റേ ഹോഴ്സിനെ കാണാൻ പറ്റും. അവരെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഒത്തിരി ഉണ്ട് ഇവിടെ. ബാക്കിയുള്ള ഇതൊക്കെ അകത്ത് പോയി. നമ്മൾ കണ്ട ഒരുപോലെ ഇരുന്ന് പറയും. പറയൂ, നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും ഏതാണ് സാധനം. കൊടുക്കടാ. ഇവിടെ ഈ ഒരു സൂവിൻ്റെ സ്പെഷ്യാലിറ്റീസ് ലൈക്ക് എൽഡേഴ്സ്, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 3 hours 4 hours എങ്ങനെയും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അതായത് ടൈം പോണത് അറിയത്തില്ല. ഐ സജസ്റ്റ് യു അറൗണ്ട് ഒരു 3 o'clock ആകുമ്പോഴത്തേനും ഇവിടെ എൻട്രി ചെയ്യണമായിരിക്കും ബെറ്റർ. ബിക്കോസ് മോർണിംഗ് ടൈം ഓൾമോസ്റ്റ് ആനിമൽസ് ഒക്കെ ടയേർഡ് ആയിരിക്കും വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ബെറ്റർ ഇസ് ലൈക്ക് അറൗണ്ട് 3 o'clock. യു ക്യാൻ ലീവ് ബൈ 8. 9 o'clock വരെ ഉണ്ട് ഈ പാർക്ക്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ ഇനി ഒരു പുതിയ കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ടാറ്റാ, ടേക്ക് കെയർ, ബൈ.